വൺ വേൾഡ് വൺ മാർക്കറ്റിംഗ് കമ്പനിയാണ്. അതായത് നമ്മളുടെ ഒരേ ഗുണനിലവാരത്തിൽ ഈ 180 രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഒരേ ഗുണനിലവാരത്തിൽ തന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. വൺ വേൾഡ് വൺ മാർക്കറ്റിംഗ് കമ്പനിയാണ്. അതേപോലെ നമ്മളുടെ MLM കമ്പനി, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കോലാലംപൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ MLM കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ DXN കമ്പനി. കോലാലംപൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ 100% ഗുണമേന്മയുള്ള ഉൽപ്പന്നവും യാതൊരു തരത്തിലുമുള്ള സാമ്പത്തിക മാന്ദ്യവുമുള്ള കമ്പനി ആവരുത്. അങ്ങനെയുള്ള ആദ്യമേ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി കൂടിയാണ് നമ്മുടെ DXN കമ്പനി. WDSA IDSAയിലൊക്കെ സ്ഥിര അംഗത്വമുള്ള കമ്പനിയാണ് നമ്മുടെ DXN കമ്പനി. അതേപോലെ നമ്മുടെ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത, അതായത് 1.80 മില്യൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള കമ്പനിയാണ് നമ്മുടെ DXN കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും നല്ല കൃഷി രീതിക്ക് 1ാം സ്ഥാനം നേടിയ കമ്പനിയാണ് നമ്മുടെ DXN കമ്പനി. ഓൺ പ്രൊഡക്റ്റ് കൊണ്ട് ബിസിനസ് ചെയ്യുന്ന MLM കമ്പനിയാണ് DXN കമ്പനി. ശരിക്കും ഇപ്പൊ 15ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ കമ്പനി അതിവേഗത്തിൽ 2025 കഴിയുമ്പോഴേക്കും ഏകദേശം ഇത് 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനിക്ക് ഇന്ന് 16 ഫാക്ടറികളുണ്ട്. 17ാമത്തെ ഫാക്ടറിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും 16 ഫാക്ടറികൾ നമ്മുടെ കമ്പനിക്ക് ഉള്ളതിൽ 8 ഫാക്ടറി നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാക്ടറി എന്ന് പറയുന്നത് തെലങ്കാനയിലാണ്. അടുത്ത മാസം നമ്മുടെ കുറെ പ്രിയപ്പെട്ട ലീഡേഴ്സ് അവിടെ നമ്മുടെ തെലങ്കാന ഫാക്ടറി സന്ദർശിക്കാൻ പോകുന്നു. കുറെ ലീഡേഴ്സ് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 300 ഏക്കറിൽ 1500 കോടിയുടെ വലിയൊരു പ്രോജക്റ്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ലിൻസി യോജൻ നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ശരിക്കും അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, ജൈത്രയാത്ര ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് DXN കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ ധാരാളം സർവീസ് സെന്ററുകൾ നമ്മുടെ കമ്പനിക്കുണ്ട്. കേരളത്തിൽ തന്നെ 35-ലധികം സർവീസ് സെന്ററുകൾ നമ്മുടെ DXN കമ്പനിക്കുണ്ട്. ഇനി നമ്മുടെ കമ്പനിയുടെ CEO ആയിട്ടുള്ള ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചേംബറുകൾ അറ്റൻഡ് ചെയ്യുക. അതാണ് ഇതിന് ഏറ്റവും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു വഴി എന്ന് പറയുന്നത്. ഇനി അതേപോലെ നമ്മുടെ കമ്പനിയുടെ CEO ആയിട്ടുള്ള ഡോക്ടർ ലിൻസി യോജൻ, ശരിക്കും അദ്ദേഹം ഒരു ബിസിനസ് മൈൻഡിൽ ഉള്ള ഒരാളാണോ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ ഇപ്പോൾ അദ്ദേഹം ശരിക്കും എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കുന്നത് ശരിക്കും നല്ല ബിസിനസ് ഉള്ള ഒരാളാണ്, ബിസിനസ് മൈൻഡിലുള്ള ആളാണ്. പക്ഷെ തുടക്കത്തിൽ അദ്ദേഹം ഒരു ബിസിനസ് മൈൻഡ് എന്നുള്ളതിന് ഉപരിയായിട്ട് അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. എല്ലാ ആളുകൾക്കും ആരോഗ്യവും സമ്പത്തും സന്തോഷവും പ്രദാനം ചെയ്യണം എന്നുള്ള വലിയൊരു വിഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കമ്പനി സ്ഥാപിച്ചതെന്നുള്ളതാണ്. ഇന്ന് ഡോക്ടർ ലിൻസി യോജനെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹം ഗാനോഡർമ എന്ന് പറയുന്ന ഒരു ഔഷധ മഷ്റൂം ഇന്ത്യയിൽ ഉപരിപഠനത്തിനായിട്ട് BTech ഉപരിപഠനത്തിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഗാനോഡർമ എന്ന് പറയുന്ന പൗരാണിക ഗ്രന്ഥങ്ങളെ അഷ്ടാംഗ ഹൃദയത്തിൽ മൂലികകളുടെ പട്ടികയിൽ കൂണുകളെ കുറിച്ച് പരാമർശിക്കുകയും ആ കൂണുകളെ കുറിച്ച് കൂടുതൽ അദ്ദേഹം ഗവേഷണം നടത്തിയപ്പോൾ മൂലികകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൂണുകളാണ് ും ഈ കൂണുകൾക്ക് മനുഷ്യന്റെ ശരീരത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും കണ്ടെത്തിയതിന്റെ ബേസിലാണ് DXN എന്ന് പറയുന്ന കമ്പനി സ്ഥാപിതമായത്. 1997 ഇന്ത്യൻ ബോർഡ് ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ്. ഇന്ത്യൻ ബോർഡ് ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അദ്ദേഹത്തിന് സമഗ്ര ചികിത്സയ്ക്കുള്ള അംഗീകാരം നൽകിയത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ മലേഷ്യൻ ഗവൺമെന്റ് 2005 നമ്മുടെ ഭാരതരത്നയ്ക്ക് തുല്യമായിട്ടുള്ള ഡാക്ടോ അവാർഡ് നൽകിയിട്ടുണ്ട്. ധാരാളം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ശരിക്കും നമ്മളൊക്കെ പറയുമ്പോൾ ദൈവം നമ്മുടെ മുന്നിൽ നേരിട്ട് വരില്ല, ദൈവം ആരുടെയെങ്കിലും ഒക്കെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുമെന്ന് ഓരോരുത്തരും സംസാരിക്കാൻ പറയും. ശരിക്കും ലക്ഷോപലക്ഷം ആളുകൾക്ക് ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യൻ തന്നെയാണ് ഡോക്ടർ ലിൻസി യോജൻ. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരു വലിയ വിളക്കാകാൻ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു വലിയ വിളക്കാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ CEO കുറിച്ച് നമുക്ക് അഭിമാനമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഓരോ കമ്പനികളും നമ്മളുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് കൂണായിരുന്നു എങ്കിലും നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ആ കുമിള് പോലെ മുളയ്ക്കുകയും പട്ടുപോവുകയും ചെയ്യുന്ന ഒരുപാട് CEOമാരെയും ഒരുപാട് കമ്പനികളെ കുറിച്ച് നമ്മൾ കേട്ടുകേഴ്വി ഉള്ളപ്പോൾ കഴിഞ്ഞ 33 വർഷമായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും നൽകാൻ വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ, മദർ തെരേസ അവാർഡ്, മില്ലനി അവാർഡ്, അങ്ങനെ ധാരാളം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ കമ്പനിയുടെ CEO ആയിട്ടുള്ള ഡോക്ടർ ലിൻസി യോജൻ. അപ്പോ അതുപോലെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് 120ഓളം പ്രോഡക്റ്റുകൾ കേരളത്തിലുണ്ട്. അതുപോലെ വേൾഡിൽ 500-ലധികം പ്രോഡക്റ്റുകളുണ്ട്. ശരിക്കും ഇന്ന് നമുക്ക് മനസ്സിലാവും, ഗൾഫിൽ പല ആളുകളും ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പണം സമ്പാദിക്കാനായി പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ ഏറ്റവും സജീവമായി ചെയ്യുന്ന ഫാമും ഫാക്ടറിയും ഉള്ള അവിടുത്തെ അറബ്സ് ഏറ്റവും സജീവമായി ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ DXN എന്ന് പറയുന്നത്.
നമ്മൾ ഓരോരുത്തരും ശരിക്കും നമ്മളുടെ കൂട്ടുകാരൊക്കെ എന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഗൾഫിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്ന് രണ്ട് പേര് ഇപ്പൊ അവിടെ എനിക്ക് കൺസ്യൂമർ ആയിട്ടുണ്ട്. അവര് ഷോപ്പിൽ പോയ സമയത്ത് അവർ പറയുന്നത്, ഇവിടെ ശരിക്കും പറഞ്ഞാല് നീ പറയുന്ന ഒരു കാപ്പിയും ചായയുടെ ബിസിനസ് ആയിട്ട് എനിക്ക് ഇവിടെ തോന്നില്ല. അറബ്സ് ഒക്കെ ക്യൂ നിൽക്കുകയാണ് ഈ സാധനം വാങ്ങാനും. അവർ വരുന്ന ആളുകളെ മലയാളീസും അല്ലാത്തുള്ളവരാണെങ്കിലും നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് സംസാരിക്കുകയും അവരെ ഇതിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതായത് പണം കൂടുതലുള്ള ഒരു രാജ്യം എന്നാണ് ചെറുതിലെ മുതലേ അവിടെ പോയി പണം സമ്പാദിക്കുന്നത്. നമ്മുടെ കേരളത്തിലെയൊക്കെ വരുമാനത്തിൽ നല്ലൊരു പങ്കും വിദേശ രാജ്യങ്ങൾ, അതിൽ ഗൾഫ് കൺട്രീസ് ആണ് നല്ലൊരു പങ്ക് വഹിക്കുന്നത്. അവിടെയുള്ള ആളുകൾ ഇത് നെഞ്ചോട് ചേർത്ത് ഇത് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മുടെ DXN കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ സാധ്യത അത്രമാത്രം വലുതാണെന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തില് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിനും ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ആയുഷ് പ്രോഡക്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ സർട്ടിഫിക്കറ്റ്, ISO സർട്ടിഫിക്കറ്റ്, ഹലാൽ സർട്ടിഫിക്കറ്റ്, TGA, അങ്ങനെ ധാരാളം സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് ഓടി പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എനിക്ക് കമ്പനിയെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ധാരാളം സപ്ലിമെന്റ്സുകളാണുള്ളത്. അതായത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന സപ്ലിമെന്റ്സുകളാണ് നമ്മുടെ DXN കമ്പനി ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. ധാരാളം നമ്മുടെ കമ്പനി ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ഉൽപ്പന്നങ്ങൾ പറഞ്ഞ് മറ്റു പല കമ്പനികളും നമ്മുടെ മുന്നിൽ എത്താറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കും, ഇത്രയധികം ഫേമസ് ആയ ഒരു കമ്പനി വേൾഡിൽ 33 വർഷമായിട്ട് 24 വർഷമായിട്ട് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഈ കമ്പനിയെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതെന്താണ്? ഇത് TV-യിലുണ്ടോ, പത്രത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത് നിങ്ങൾ എങ്ങനെയാണ്? ഇതിൽ ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? അപ്പോ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, അല്ലെ ആളുകൾ ഇതിനകത്ത് ജോലി ചെയ്യുന്നത്, ഇത് ജോലിയാണോ? ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോ അവരോട് പുത്തൻ കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം ഞാനെന്ന് പറയാം. അതായത് നമ്മളുടെ കമ്പനി പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ്. ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം അഥവാ MLM, അല്ലെ? അപ്പോ MLM എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകൾ ഇന്നൊരു ഞാനിത് കുറെ കേട്ടതാ, ഞാനിത് കുറെ കണ്ടതാ, അല്ലെ? അതുകൊണ്ട് അവിടെ വന്നപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. പുത്തൻ കൂട്ടുകാരെ സമൂഹത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു പക്ഷെ അവർ ആദ്യം കേൾക്കുന്നതും ഈ ഒരു വാചകമായിരിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, MLM എന്ന് നമ്മളെ പരിഹസിക്കാൻ ഒരാൾ വന്നാൽ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത് ആദ്യമേ തന്നെ നമ്മൾ ഇന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നമ്മളുടെ കച്ചവട രീതി എന്താണെന്ന് അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നമ്മുടെ കച്ചവട രീതി, അതായത് പാരമ്പര്യമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന കച്ചവട രീതി, അതായത് ബാർട്ടർ സമ്പ്രദായം, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറി അതിനുശേഷം ചെറിയ ചെറിയ ഷോപ്പുകളും, ആ ചെറിയ ഷോപ്പുകൾ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകൾ, E-commerce. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് മൊബൈൽ എടുത്ത് വിളിച്ചാൽ ഓൺലൈൻ വഴി പർച്ചേസ്, നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ എത്തുന്ന തരത്തിലേക്ക് ആ ഒരു കച്ചവട രീതി മാറി. ആ കച്ചവട രീതിയെ പറയുന്ന പേരാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം, പാരമ്പര്യമായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന കച്ചവട രീതി. അപ്പോ ഈ കച്ചവട രീതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം ഇടനിലക്കാരും പരസ്യക്കാരും ഉണ്ട്. ഇടനിലക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഈ സാധനം വാങ്ങാൻ തൊട്ടടുത്തുള്ള ഒരു റീറ്റെയിലർ അടുക്കലായിരിക്കും പോകുന്നത്. ആ റീറ്റെയിലർക്ക് മുകളിൽ ഒരു ഹോൾസെയിലർ ഉണ്ടാകും, ആ ഹോൾസെയിലർക്ക് മുകളിൽ ഒരു ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും, ജില്ലാ വിതരണക്കാരൻ ഉണ്ടാകും, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ മുകളിൽ നമുക്കൊരു സംസ്ഥാനതല വിതരണക്കാരൻ ഉണ്ടാവും, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ. അതിന് മുകളിൽ നമുക്ക് 2-3 രാജ്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സോണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും. അതിന് മുകളിലായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന XOR ഏത് ഉൽപ്പന്നമായാലും അത് നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ കൺസ്യൂമറായ നമുക്ക് എന്നും കൺസ്യൂമറുടെ പോസ്റ്റ് തന്നെയാണ്. ഈ കൺസ്യൂമറായ നമുക്ക് ഈ ഇടനിലക്കാരിൽ തൊട്ടടുത്തുള്ള റീറ്റെയിലറെയോ ഒരു പക്ഷേ ഹോൾസെയിലറെയോ നമുക്കറിയാം, അതിന് മുകളിലുള്ള ആരെയും നമുക്കറിയില്ല. അവരെല്ലാം റിച്ച് ആണ്. അവരെല്ലാം റിച്ച് ആക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏത് കമ്പനി ആയിക്കോട്ടെ, അപ്പൊ ആ കമ്പനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നം അവരുടെ ലാഭവിഹിതം കഴിഞ്ഞിട്ട് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ അവരുടെ എമൗണ്ടിൽ അത് കൈമാറും. അവരുടെ ബിസിനസ് അവിടെ കൊണ്ട് തീർന്നു. അതിന് താഴേക്ക് വരുമ്പോൾ ഒരു 50 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ, ഉൽപ്പന്നമാണെങ്കിൽ 150 രൂപയായിരിക്കും കൺസ്യൂമറുടെ കയ്യിലെത്തുമ്പോൾ. അപ്പോ ആ ഉൽപാദന ചെലവും അവരുടെ ലാഭവും എല്ലാം എടുത്തിട്ടാണ് 50 രൂപയ്ക്ക് ആ കമ്പനി നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലേക്ക് ആ ഉൽപ്പന്നം കൈമാറുന്നത്. ആ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്യാണ്. പിന്നെ കമ്പനിക്കും ഈ ഒരു പ്രോഡക്റ്റിന് യാതൊരു ബന്ധവുമില്ല.
അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോ അത് താഴേക്ക് ഇടനിലക്കാരാണ് അതിന് പ്രൈസ് കൂട്ടുക, അതിന് വില കൂട്ടുന്നത്. അപ്പോ 50 രൂപ ക്വാളിറ്റി ഉള്ള സാധനം 150 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നം നമ്മൾ വാങ്ങി എന്നത് ഒന്ന് ഡീഫോൾട്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ 100 രൂപ ലാഭവിഹിതം ഇവരെ ഓരോരുത്തരെയും നമ്മൾ റിച്ച് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഈ ഉൽപ്പന്നം നമുക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്നറിയാൻ പ്രശസ്തരായിട്ടുള്ള ആരാണ് പരസ്യം ചെയ്യുന്ന ആളുകൾ, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ഫിലിം ഇൻഡസ്ട്രിയിലും പ്രശസ്തരായുള്ള ആളുകളാണ്, റിച്ച് ആയിട്ടുള്ള ആളുകൾ പ്രശസ്തരാണ്. അപ്പോ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളും അല്ലെങ്കിൽ നമ്മുടെ കായിക താരങ്ങൾ, അങ്ങനെ പല മേഖലയിലുള്ള ആളുകളാണ്. അപ്പോ ഇവർക്കും അവര് ചിലപ്പോ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു കമ്പനിയെ കുറിച്ച് പറയുന്നില്ല, അത് ശരിക്കും പലരും എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇന്നതാണെന്ന് പറയും. പക്ഷെ ആ പറഞ്ഞ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇന്നതാണ്, ഇന്ന പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വന്നിട്ട് 10-20 വർഷമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് 50 വയസ്സിന് മുകളിലുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണെന്ന് പറഞ്ഞാൽ നമുക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവരൊന്നും ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു എന്ന് പരസ്യത്തിലൂടെ നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സിസ്റ്റം, കൺസ്യൂമർക്ക് എന്നും കൺസ്യൂമർ എന്ന് പറയുന്ന പോസ്റ്റിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഇവിടെയാണ് അമേരിക്കയും ജപ്പാനും പോലുള്ള വികസിത രാജ്യങ്ങൾ അവിടുത്തെ ബിസിനസ് തന്ത്രജ്ഞന്മാർ കൂടിയാലോചിച്ചിട്ട് കൺസ്യൂമർ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം അഥവാ ബഹുതല വിപണനം. ഇവിടുത്തെ പ്രത്യേകത മില്ലിൽ പോയി നേരിട്ട് അരി വാങ്ങുക എന്നുള്ളതാണ്. അതായത് കമ്പനിയും കൺസ്യൂമറും മാത്രമേ ബന്ധമുള്ളൂ, ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന കോടിക്കണക്കിന് ലാഭവിഹിതം അതേ കൺസ്യൂമറിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ആ കൺസ്യൂമറിന് തിരിച്ചു കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 100% പ്രോഡക്റ്റിന്, ആ ഉൽപ്പന്നത്തിന് ക്വാളിറ്റി നിലനിർത്താനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. അതായത് ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് ഉപഭോക്താവിന് കിട്ടുന്ന അനുഭവമാണ് ആ ഉപഭോക്താവ് മറ്റൊരു ഉപഭോക്താവിലേക്ക് ഷെയർ ചെയ്യുന്നത്. എനിക്കും എന്റെ പിതാവിനും അല്ലെങ്കിൽ എന്റെ സിസ്റ്റർക്കും അലർജി എന്ന് പറയുന്ന ആസ്മ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്റെ പിതാവിന് ആസ്മ രോഗമായിരുന്നു. പാരമ്പര്യമായി എനിക്കും എന്റെ സിസ്റ്റർക്കും ആ പ്രോബ്ലം, ശ്വാസം മുട്ടന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ആണ് കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ എനിക്കുള്ള ആത്മവിശ്വാസവും എനിക്കുള്ള ക്വാളിറ്റിയും അതാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അലർജിയുടെ പ്രോബ്ലം ഉള്ള ഒരാൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ശരിക്കും സത്യസന്ധമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ MLM സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ. ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനി, കഴിഞ്ഞ 15 വർഷക്കാലമായി എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം DXN ആണ്. ഒരുപാട് കമ്പനിക്കാർ എന്നെ വന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെറ്റ്വർക്ക് ചെയ്യുന്നുവെങ്കിൽ അത് DXN മാത്രമേ ചെയ്യൂ. DXN കമ്പനിക്കും DXN കമ്പനിയുടെ പ്രോഡക്റ്റിനും അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിനും ഞാൻ നോക്കിയിട്ട് ഒരു നെഗറ്റീവ് മാർക്കും എനിക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ചോയ്സ് എന്നത് ഒരിക്കലും എന്റെ മുന്നിൽ അതൊരു സാധ്യതയില്ല. അപ്പൊ ഒരുപാട് പേര്, നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് എല്ലാം 20, 22, 24 വർഷമായി അവരൊറ്റ ഒരു പ്രസ്ഥാനത്തിനെ മാത്രം നെഞ്ചോട് ചേർത്ത് വെച്ച് ബെറ്റർ ലൈഫ് കാഴ്ചവെച്ചിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ രാജീവ് സാർ, നമ്മുടെ ബെനീഷ്, നമ്മുടെ ദിലീപ് സാർ, അങ്ങനെ ഒരുപാട് പേര്, പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സും, കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സും അത് തന്നെയാണ്. എന്നാൽ ഇന്നൊരു കമ്പനി നാളെ ഒരു കമ്പനി എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. അവരെ പറയുന്ന പേരാണ് മണി ചെയിൻ സിസ്റ്റം, അല്ലെ? നിങ്ങളൊരു 60,000 രൂപ തന്നിട്ട് ഇടവും വലവും 2 പേരെ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ 50,000 രൂപ മുടക്കിയിട്ട് ഇടവും വലവും 2 പേരെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഫ്ലൈറ്റിൽ സഞ്ചരിക്കാം, മുകളിലേക്ക് നോക്കിയിരുന്നാൽ നക്ഷത്രം എണ്ണാം, നിങ്ങളുടെ വീടൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കാം. ഇങ്ങനെ പല മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് പാവപ്പെട്ട വീട്ടമ്മമാരെയൊക്കെ അവരുടെ ഹസ്ബൻഡ് അറിയാതെ വീടിന്റെ പ്രമാണം കൊണ്ടുവന്ന് പണയപ്പെടുത്തുകയും കെട്ടുതാലി പണയം വെപ്പിക്കുകയും വീട്ടിൽ നിൽക്കുന്ന കന്നുകാലികളെയൊക്കെ പിടിച്ച് വിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ജീവിതത്തിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവൻ മാത്രമാണ് രക്ഷപ്പെടുന്നത്. അധ്വാനിക്കുന്നവന് ദൈവം 100% പ്രതിഫലം തരും. അധ്വാനിച്ച് കഴിക്കുമ്പോൾ അതിന്റെ രുചിയും വേറെയാണ്. അധ്വാനിക്കാതെ കിട്ടുന്നതൊന്നും ശാശ്വതമല്ല. ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുകയും നാട് വിടുകയും പല തരത്തിലും നമ്മൾ കടബാധ്യതകൾ തീർക്കാൻ കടലിൽ കടന്നു പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് വീട്ടമ്മമാരെ ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ DXN കമ്പനി. ഇവിടെ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് ഓരോ ഉൽപ്പന്നങ്ങളുടെയും 71% ലാഭവിഹിതം, 100ൽ 71% ലാഭവിഹിതവും നമ്മളുടെ കമ്പനി നമുക്ക് കൺസ്യൂമറിന് തന്നെ തിരിച്ചു തരുന്നു എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ അങ്ങനെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനമാണ് DXN, അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള നമ്മളുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ, സപ്ലിമെന്റ്സുകളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഗ്യാനോഡർമ.
ഈ കമ്പനി സ്ഥാപിക്കാൻ ഉണ്ടായതിന്റെ കാരണം ഈ ഒരു മഷ്റൂം അദ്ദേഹം കണ്ടെത്തിയതിന്റെ ബേസിലാണ്. ഗ്യാനോഡർമയുടെ പ്രത്യേകത, അതായത് ലോകത്ത് 23,000 പാർട്സ് പെർ മില്യൺ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ, അതുപോലെ തന്നെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ്, നമ്പർ 1 അഡാപ്റ്റജൻ ആണ്. കിങ് ഓഫ് ഹെർബ് എന്നാണ് ഗ്യാനോഡർമ അറിയപ്പെടുന്നത്. കൂണുകളുടെ രാജാവ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഗ്യാനോഡർമ ലൂസിഡം എന്ന വാക്കിന്റെ മലയാളത്തിലുള്ള ഇതിന്റെ അർത്ഥം പറയുന്നത് വെട്ടിത്തിളങ്ങുന്ന ചർമ്മത്തോട് കൂടിയെന്നാണ്. ഗ്യാനോഡർമ ലൂസിഡം എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. കൂണുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മഷ്റൂം നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്, നമ്പർ 1 അഡാപ്റ്റജൻ ആണ്. ആന്റി ഓക്സിഡന്റ് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേഷൻ, ദഹന വ്യവസ്ഥയിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന ഭക്ഷണങ്ങളെ പറയുന്ന പേരാണ് ആന്റി ഓക്സിഡന്റുകൾ. ഈ ആന്റി ഓക്സിഡന്റിന്റെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഗ്യാനോഡർമ. നമ്പർ 1 അഡാപ്റ്റജൻ, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുകയും യാതൊരു പാർശ്വഫലവുമില്ലാതെ ഒരു അവയവത്തിന് വേണ്ടി, ഒരു രോഗത്തിന് വേണ്ടിയോ അല്ലാതെ ശരീരത്തിന് മൊത്തമായും കഴിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് അഡാപ്റ്റജനുകൾ. ഈ അഡാപ്റ്റജന്റെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഗ്യാനോഡർമ. 400-ലധികം ആക്റ്റീവ് എലമെന്റ്സുകൾ, പോഷക ഔഷധ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഗ്യാനോഡർമ. അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ആന്റി ക്യാൻസറസ് ആണ്, ആന്റി ഡയബറ്റിക് ആണ്, ഇത് നമ്മൾ ഇൻഫ്ലമേറ്ററി, ഇതൊക്കെ നമ്മൾ ശരിക്കും ഈ ഗ്യാനോഡർമ എന്ന് പറയുന്ന മഷ്റൂമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ആണ്. അപ്പൊ ഹെൽത്ത് കിട്ടാൻ ഗ്യാനോഡർമ മഷ്റൂം അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സപ്ലിമെന്റ്സുകൾ മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് 100% നമുക്ക് ഹെൽത്ത് കിട്ടില്ല. ചില കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ കൂട്ടിച്ചേർക്കണം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന വ്യായാമം എന്നുള്ളത്, അല്ലെ? ഒരു ദിവസം ഒരു 20 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് ഒരു 40 മിനിറ്റ് ഒക്കെ നമുക്ക് നടക്കാൻ സാധിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക്, ഹാർട്ടിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് 100%, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ ആയുർവേദത്തിലൊക്കെ പറയുന്നുള്ള ദുർമേധസ്സുകളായിട്ടുള്ള വാദം, പിത്തം, കഫം ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതെ പോകാൻ, അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വ്യായാമത്തിന് വലിയൊരു പങ്കുണ്ട്, എക്സസൈസിന്. രണ്ടാമതായിട്ട് നമുക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കം, നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് 8 മണിക്കൂർ ഉറങ്ങുക എന്നുള്ള ശരിയായ രീതിയിലുള്ള ഉറക്കം നമുക്ക് വളരെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ മൂന്നാമതായിട്ട് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊച്ചു കുഞ്ഞു വരെയും പറയുന്നത് ടെൻഷനാണ്, ഓവർ സ്ട്രെസ് ആണ്, അല്ലെ? ഓവറായിട്ട് ടെൻഷൻ നമ്മുടെ ബോഡി അസിഡിക് ആക്കും, പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് അത് കാരണമാകും. അപ്പൊ നമ്മുടെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നാലാമതാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നിത്യേന കൊടുക്കുന്ന, നമ്മൾ ശ്വസിക്കുന്നതിലൂടെയും കഴിക്കുന്നതിലൂടെയും കുടിക്കുന്നതിലൂടെയും ഒക്കെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന വിഷമാലിന്യങ്ങളെ മലമൂത്ര വിസർജനം കൊണ്ട്, വിയർപ്പിലൂടെയും കഫത്തിലൂടെയും ഒക്കെ പുറന്തള്ളി നമ്മുടെ ശരീര അവയവങ്ങളെ ശുദ്ധീകരിക്കുവാനും ശരീരത്തിന് വേണ്ടുന്ന മാക്രോ മൈക്രോ ന്യൂട്രീഷ്യൻസുകൾ, അല്ലെ? നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന, നമ്മുടെ കോശങ്ങൾക്ക്, നമ്മുടെ ഓരോ കോശങ്ങൾ, കലകൾ, അവയവങ്ങൾ, അവയവ്യവസ്ഥ നമ്മുടെ ശരീരമാണ്, നമുക്കറിയാം. അപ്പോ നമ്മുടെ ശരീര അവയവങ്ങൾക്ക് വേണ്ടുന്ന, കോശങ്ങൾക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യൻസുകൾ നമ്മുടെ ശരീരത്തിന് പ്രദാനം ചെയ്യാൻ സഹായിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയും. അത് തികയാതെ വരുമ്പോൾ നമ്മൾ DXN കമ്പനിയുടെ സപ്ലിമെന്റ്സുകൾ കൊടുക്കുമ്പോൾ ശരീരത്തിന് വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും അതിനെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യാനും സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യാൻ, രോഗപ്രതിരോധ ശേഷിയെ നിലനിർത്താൻ സഹായിക്കുന്ന നമ്പർ 1 ഭക്ഷണമാണ് ഗ്യാനോഡർമ. അതാണ് ഗ്യാനോഡർമയുടെ പ്രത്യേകത. പലരും പറയാറുണ്ട് ഇത് കഴിച്ചാൽ ഒരു രോഗവും വരില്ല, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ നിങ്ങൾ മരിക്കില്ല. അങ്ങനെയല്ല, നമ്മുടെ ബോഡിയുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ നമുക്കൊരു നല്ല താങ്ങ്, അതാണ് നമ്മുടെ DXN കമ്പനിയുടെ സപ്ലിമെന്റ്സുകൾ അഥവാ ഗ്യാനോഡർമ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നമ്മുടെ ഡോക്ടർ ലിം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ RGGL, ഗ്യാനോഡർമ ചേർന്നിട്ടുള്ള RGGL നമ്മൾ ശരിക്കും കഴിക്കുകയാണെങ്കിൽ, അത് അളവില്ലാതെ കഴിച്ചാൽ ജരാനരകളില്ലാതെ നിത്യയൗവനം നിലനിർത്താൻ സാധിക്കുമെന്ന് ഡോക്ടർ ലിം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു ചായയോ ഒരു കോഫിയും കുടിച്ചിട്ട് എനിക്കൊരു രോഗവും വരില്ല, അതായത് നമ്മൾ കിട്ടുന്നതെല്ലാം കഴിക്കും, പിസയും ബർഗറും കുഴിമന്തിയും നമുക്ക് കിട്ടുന്നതെല്ലാം വാരി കഴിച്ചിട്ട് യാതൊരു എക്സസൈസും ചെയ്യാതെ വീട്ടിൽ വെറുതെ അനങ്ങാതെ കസേരയിൽ ഇരുന്നിട്ട് ഒരു ചായ കഴിച്ചിട്ട്, DXN കമ്പനിയുടെ ഒരു ചായ കഴിച്ചിട്ട് ഒരു രോഗവും വരില്ല. അങ്ങനെയല്ല. അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. ചേരുംപടി ഭക്ഷണങ്ങൾ കഴിക്കണം. നമ്മളെപ്പോഴും വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കുന്ന ആളുകളാണ്.
അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രീഷൻസിനെയൊക്കെ പച്ചക്കറികളാണെങ്കിലും അതുപോലെ ഇലക്കറികളാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത രീതിയിൽ, അത് ശരീരത്തിന് വേണ്ട, ശരീരം തന്നെ പറയുന്നു ഇങ്ങനെ ഇത്രയധികം വേവിച്ച് ഇത്രയധികം വറുത്ത് ഇത്രയധികം പൊരിച്ച് എനിക്ക് തരല്ലേ എന്ന് ശരീരത്തിന്റെ ഭാഷയിൽ ശരീരം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാതെ നമ്മളത് കഴിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ചിട്ടയില്ലാത്ത ജീവിത ശൈലിയെ മാറ്റിക്കൊണ്ട് ചിട്ടയുള്ള നമ്മുടെ ജീവിത രീതി നമുക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് കൂടി ഉപയോഗിക്കുമ്പോൾ 100% നമുക്ക് ഒരിക്കലും ഒരു വൃദ്ധസദനത്തിൽ പോകേണ്ടി വരില്ല. നമ്മൾ ഒരാളെ ആശ്രയിക്കാതെ ഈ ലോകത്ത് ജീവിച്ച് മരിക്കാൻ സാധിക്കും. അത് 100% ഉറപ്പാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ നമ്മൾ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടുന്ന കാര്യം, ഇന്ന് ശരിക്കും ഞങ്ങളുടെ ഓറിയന്റേഷനിൽ ഒരു മേഡം പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളെ ഉള്ളൂ. പല രക്ഷകർത്താക്കളും മക്കളെ വളർത്തുമ്പോൾ അവർ പറയും നാളെ എന്റെ മകൻ എന്നെ നോക്കിക്കോളും, എന്റെ മകൾ എന്നെ നോക്കിക്കോളും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് യാതൊരു തരത്തിലും അങ്ങനെ പ്രതീക്ഷിക്കാനേ സാധിക്കുകയില്ല. നമ്മളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും ഇരുന്നിട്ട് എഴുന്നേക്കാൻ ഒരാളുടെ കൈ നമ്മൾ ഇങ്ങനെ കൈ നീട്ടാതെ നമ്മളുടെ പ്രാഥമിക കാര്യങ്ങൾ സ്വയം ചെയ്യാനും നമുക്ക് കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും ഇനി ആ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ബാങ്ക് ബാലൻസും നമുക്ക് 100% ഉറപ്പ് വരുത്തി ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അവനവൻ തന്നെ ഉള്ളൂ ഈ ലോകത്ത്. അവനവന്റെ കൈ അവനവന്റെ തലക്കിരിക്കും. അതാണ് ഈ ലോകത്തിന്റെ ഒരു പോക്ക്. അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അതിലൊന്നാമത്തത് ഗ്യാനോഡർമയാണെങ്കിൽ രണ്ടാമത് സ്പൈറുലിനയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭക്ഷണമാണ് സ്പൈറുലിന. നമ്മുടെ ഗ്യാനോഡർമ മഷ്റൂം ചേർന്നിട്ടുള്ള ധാരാളം ബൈ പ്രൊഡക്ട്സുകളുണ്ട്. ചായ, കാപ്പി, സോപ്പ്, പേസ്റ്റ്, അങ്ങനെ ധാരാളം ബൈ പ്രൊഡക്ട്സുകളുണ്ട്. അതേപോലെ നമ്മുടെ ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്പൈറുലിന. നമ്മുടെ മഷ്റൂമിൽ, കൂണില് ഹരിതകമില്ല. ഹരിതകം ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ ശുദ്ധീകരിക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ ബ്ലഡ് പ്രദാനം ചെയ്യാനും സാധിക്കുള്ളൂ. ഇന്ന് നമ്മുടെ സ്പൈറുലിനെ ഉപയോഗിക്കുമ്പോൾ, സ്ഥിരമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹരിതകം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ 100 മടങ്ങ് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് സ്പൈറുലിന. അതുകൊണ്ടാണ് ഇതിനെ ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ ബ്ലഡിനെ പ്രദാനം ചെയ്യാനും ശരീരത്തിന് വേണ്ടുന്ന കാൽസ്യം, അയൺ, പ്രോട്ടീൻ, വൈറ്റമിൻസിനെയൊക്കെ പ്രദാനം ചെയ്യാനും സഹായിക്കുന്നതാണ് നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്നത്. ശരിക്കും സ്പൈറുലിനെ കുറിച്ച് പറഞ്ഞ അമേരിക്ക 5 വർഷം ഇതിനകത്ത് എന്തെങ്കിലും കെമിക്കലുകൾ ഉണ്ടോ, വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ എന്ന് റിസർച്ച് നടത്തിയപ്പോൾ ഇതിനകത്ത് യാതൊരു തരത്തിൽ നോൺ ടോക്സിക് ഫുഡാണ് സ്പൈറുലിന എന്ന് പറയുന്നു. FAO പറയുന്നു, അതായത് ഏറ്റവും നല്ല നമ്പർ 1 ഭക്ഷണമാണ്, നമ്മുടെ വരും കാലങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണമാണെന്ന് FAO പറയുന്നു. പാകിസ്ഥാൻ ഗവൺമെന്റ് പറയുന്നു ഏറ്റവും നല്ല സപ്ലിമെന്ററി ഫുഡാണ് നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്നത്. നാസയിൽ പോകുന്ന ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിക്കുന്ന ഭക്ഷണം, കായിക താരങ്ങൾക്ക് അവരുടെ ആ ഒരു ശരീരത്തിന്റെ കാര്യക്ഷമത നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോഷകന്യൂനത മൂലം ഇന്ന് കുഞ്ഞുങ്ങളുടെ മരണനിരക്കും കുഞ്ഞുങ്ങൾക്ക് അനീമിക്കായിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ HBയുടെ കുറവും അല്ലെ, അതേപോലെ കൗണ്ടിന്റെ കുറവും ഒക്കെ ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ സ്പൈറുലിന നിത്യവും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ മോറിൻഡ്ര സിട്രിഫോളിയ എന്നറിയപ്പെടുന്ന നോനി അല്ലെ, നമ്മൾ ഇന്ത്യൻ മൽബറി മഞ്ഞനാത്തിപ്പഴം എന്നൊക്കെ പറയുന്ന നോനി ജ്യൂസ് ഉണ്ട്. അതേപോലെ നമുക്ക് മഷ്റൂം തന്നെ മറ്റൊന്നുണ്ട്, കോർഡിസെപ്സ് എന്ന് പറയുന്ന ഹിമാലയൻ വയാഗ്രയിൽ കാണുന്ന മഞ്ഞൾ രൂപത്തിലുള്ള കോർഡിസെപ്സ് എന്ന മഷ്റൂം. അതേപോലെ നമുക്ക് ലയൺസ്മാൻ, അത് ഇതെല്ലാം ഫംഗസ് ഇനത്തിൽപ്പെട്ട കൂണുകളാണ്. ലയൺസ്മാൻ അതിന്റെ പ്രത്യേകത നമുക്ക് സിംഹത്തിന്റെ ജഡരൂപത്തിലുള്ള ഫംഗസ് ഇനത്തിൽപ്പെട്ട ഒരു മഷ്റൂമാണ് അത്. അപ്പോ അതേപോലെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ റോസല്ല ജ്യൂസ്, ധാരാളം സപ്ലിമെന്റ്സുകൾ, ഒരുപാട് പ്രൊഡക്റ്റ്, ആയുർവേദ പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട് നമുക്ക്. അതുപോലെ സീബക്തോൺ, ഹിമാലയൻ മൽബറി സീബക്തോൺ ഉണ്ട്, സിറ്റോപൻ, ഒരുപാട് നമ്മുടെ കമ്പനിക്ക് 120ഓളം പ്രൊഡക്റ്റുകളുണ്ട്. പ്രൊഡക്റ്റുകൾ ഒന്നും പറയാനുള്ള ഒരു സമയം, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഓരോ സപ്ലിമെന്റ്സുകളും ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിന് മതിയാവണ്ണം കഴിക്കുകയും ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ 100% നമ്മൾ ഹെൽത്തി പീപ്പിൾ ആയിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, ടെൻഷൻ റിലീഫ് ചെയ്യാനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക.
അതേപോലെ നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ വളരെയധികം കുറയ്ക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടുന്ന ഓരോ ഏജ് ഉണ്ട്. നമ്മൾ 60 വയസ്സിൽ വാരി വലിച്ച് കഴിക്കാം എന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ നല്ല പ്രായത്തിൽ കുറെയൊക്കെ കഴിച്ചതാണ്. പിന്നെ എന്ത് ചെയ്യണം? ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പൊ അതുപോലെ വിരുദ്ധ ആഹാരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോ 80% ആൽക്കലൈൻ ഫുഡും 20% അസിഡിക് ഫുഡുമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാൻ 80% ആൽക്കലൈൻ 20% അസിഡിക് ഫുഡും കഴിക്കാൻ കഴിയുന്ന അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സുകളാണ് DXN കമ്പനി നമുക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പ്രൊഡക്റ്റുകള്, അപ്പൊ നമ്മുടെ കമ്പനി, ഒരു കമ്പനിയെ കുറിച്ച് പുത്തൻ കൂട്ടുകാരുടെ അടുക്കൽ ഒരു ആള് വന്നിട്ട് ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, അവരോട് ചോദിക്കേണ്ടുന്ന കാര്യം, കമ്പനി സ്റ്റേബിൾ ആണോ, എത്ര വർഷമായ കമ്പനിയാണ്, എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഫാമുകളുണ്ടോ, ഫാക്ടറികളുണ്ടോ എന്നുള്ളത് ചോദിക്കണം. രണ്ടാമത്, ഇതിന്റെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, ഈ പ്രൊഡക്റ്റുകൾ എവിടെയാണ് കൃഷി ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ആർക്കൊക്കെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്, മാർക്കറ്റിംഗ് പ്ലാൻ, ഇതിന്റെ സിസ്റ്റം സക്സസ് ആയിട്ടുള്ള സിസ്റ്റം ആണോ, ഇതിൽ രക്ഷപ്പെട്ട എത്ര ആളുകളുണ്ട്, ഇനി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ രക്ഷപ്പെട്ട് ലക്ഷങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ഫേക്ക് ആണ്. നമ്മുടെ സമീപത്ത് ആരുണ്ട്? കേരളത്തിലെ ഓരോ ജില്ലകളും നിങ്ങൾ എടുത്താൽ ഓരോ ജില്ലകളിലും ഇതിൽ സക്സസ് ആയ ആളുകളെ മുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് DXN കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ അതിനൊക്കെ കാരണം നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. ഇനി നമ്മുടെ കമ്പനിയുടെ ധാരാളം പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ മനുഷ്യർക്കും നമ്മൾ വളരെ വിശദമായി വ്യക്തമായി പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, ഇപ്പൊ എനിക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് 1-2 ടെസ്റ്റ് മണീസ് പറഞ്ഞാൽ അതിന്റെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോവാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റുകൾ എനിക്ക് ഹെൽത്ത് പരമായിട്ട് എന്റെ വീട്ടിൽ എനിക്കും എന്റെ ഫാദറിന്, എന്റെ മദറിന്, എന്റെ സിസ്റ്റർക്ക് എല്ലാം റിസൾട്ടുകൾ കിട്ടി. ഈ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ അലർജിക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് വന്നു. എന്റെ മാതാവിനും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ തേയ്മാനത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പിന്നെ എന്റെ കുടുംബാംഗങ്ങൾ പലർക്കും, എന്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരിയാണെങ്കിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ചുള്ളിക്കമ്പ് ഒടിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് ആയിരുന്നു. നമ്മുടെ സ്പാർലിനെ 2010 അദ്ദേഹത്തിന് കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ കുടുംബാംഗങ്ങൾക്ക് ഇപ്പൊ തൈറോയിഡിന് കൊടുത്ത റിസൾട്ട്, ഇതൊക്കെ എന്റെ കുടുംബങ്ങളിൽ കിട്ടിയതാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ തൈറോയിഡിന് നിങ്ങൾ ചികിത്സിക്കണമെന്നോ അസ്ഥിക്ക് തേയ്മാനത്തിന് നിങ്ങൾ ചികിത്സിക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഇത് എനിക്ക് സെൽഫായിട്ട് എനിക്കും എന്റെ കുടുംബത്തിനും കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് നമുക്ക് കിട്ടുന്ന അനുഭവമാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്താണ് നമ്മൾ മറ്റുള്ള സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് സമൂഹത്തിൽ. അങ്ങനെ ഞാനത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് നല്ല റിസൾട്ടുകൾ കിട്ടി. സമൂഹത്തിൽ നിന്ന് ഫാമിലി മീറ്റിങ്ങിലൂടെ ഒക്കെ കസ്റ്റമറെ കണ്ടെത്തിയപ്പോൾ ഒരുപാട് നല്ല പ്രതീക്ഷിക്കാൻ, അതായത് 2010 എനിക്ക് കിട്ടിയ അതേ റിസൾട്ട് ഞാൻ ഒരു കുടുംബശ്രീയിൽ, പുനലൂര് ഒരു കുടുംബശ്രീയിൽ ഷെയർ ചെയ്തപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കസ്റ്റമർ കഴിഞ്ഞ 14 വർഷമായിട്ട് ഹാർട്ടിന്, അതായത് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, പ്ലാസ്റ്റിക് കുപ്പിയിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് എന്റെ ഹാർട്ടിന്റെ അവസ്ഥ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 1 വർഷത്തെ ആയുസേ ഉള്ളൂ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ആളാണ്. 2010 അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. DXN കമ്പനിയുടെ നമ്മുടെ ഗാനോഡർമ RGGLS സ്പാർലിന നോനി അദ്ദേഹത്തിന് ഞാൻ റെക്കമെൻഡ് ചെയ്തു. അദ്ദേഹം ഒരു 3 മാസം ഉപയോഗിച്ച് പ്രൊഡക്റ്റിൽ വിശ്വാസമായ ഡിസ്കൗണ്ട് കാർഡ് എടുത്ത് കഴിഞ്ഞ 14 വർഷമായി 1 വർഷത്തെ ആയുസേ ഉള്ളൂ എന്ന് എഴുതി തള്ളിയ റംല ബീവി എന്ന് പറയുന്ന എന്റെ താത്ത, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോ ഒന്നും ഉപയോഗിക്കാതെ ആയുസോടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു. അതാണ് രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള റിസൾട്ട്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് 16 കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാല് ഈ പ്രൊഡക്റ്റ്, അതായത് ഒരു ടീച്ചർക്ക് അവരുടെ ശബ്ദം നഷ്ടപ്പെട്ടു പോയി, അവരുടെ ടീച്ചർ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ, സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, പുനലൂരുള്ളതാണ്. അപ്പോ ആ വ്യക്തിക്ക് ഞാൻ DXന്റെ ചായ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം വീണ്ടെടുക്കാൻ, അദ്ദേഹത്തിന്റെ ജീവിതം തിരിച്ചു കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ പറയാനുണ്ട്, ഒരുപാട് റിസൾട്ടുകൾ പറയാനുണ്ട്. അപ്പോ നമ്മളുടെ പ്രോഡക്റ്റ് ശരിക്കും പറയുന്നത് മിറാക്കുലസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സപ്ലിമെന്റ്സ് ആണ് നമ്മുടെ പ്രോഡക്റ്റുകൾ. എന്ത് നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട് അല്ലെ, മരിച്ചു എന്ന് ഞങ്ങൾ കരുതിയിരുന്നവർക്കും ആദ്യകാലങ്ങൾ 2000-2002 കാലങ്ങളൊക്കെ അവർ വന്ന അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. കൊണ്ടുകൊടുത്തപ്പോൾ അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, ഇന്നും അവരൊക്കെ ജീവനോട് ഇരിക്കുന്നു എന്നൊക്കെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് ഒരുപാട് കൺസ്യൂമേഴ്സിനെ അതുപോലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. ഇനി ഇത്തരത്തിലുള്ള നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് സൂപ്പറാണ്, നമ്മുടെ കമ്പനി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനിയാണ്. ഇനി നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഡബിൾ സ്ട്രോങ് ആണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ 24 വർഷമായി അക്ഷരാഭ്യാസം ഇല്ലാത്ത വീട്ടമ്മമാര് മുതൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരെ ഇതുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ ഇതിന്റെ സിസ്റ്റം
എത്രമാത്രം വലിപ്പമുള്ളതാണ്, എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. അത് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത. അത് ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് സ്ട്രോങ് ആണ്, ഈ കമ്പനിയിലേക്ക് ഞാൻ എങ്ങനെ കടന്നു വരും? ഒരു പുത്തൻ കൂട്ടുകാര് അല്ലെങ്കിൽ ഒരു പുത്തൻ കൂട്ടുകാരി, ഒരു കൂട്ടുകാരൻ ചോദിക്കുന്ന ചോദ്യമാണ്. സിമ്പിൾ. 18 വയസ്സ് പൂർത്തിയായിരിക്കണം, അദ്ദേഹത്തിന് ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം, അതുപോലെ എന്താണ് ചിന്തിക്കാൻ കഴിയുന്ന ബുദ്ധിമാന്യമുള്ള ആളാവരുത്, ചിന്തിക്കാൻ കഴിയുന്ന ആളായിരിക്കണം, അദ്ദേഹത്തിന് സ്പോൺസർ ഉണ്ടായിരിക്കണം. ID പ്രൂഫുകളും മെമ്പർഷിപ്പ് ഫോം ഫില്ല് ചെയ്താല് അദ്ദേഹത്തിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വീട്ടിലിരുന്നു കൊണ്ട് ആ എടുക്കുന്ന ഒരു ലൈസൻസ് കാർഡില് നമ്മുടെ DXN കമ്പനി ഇന്ന് 180-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഈ 180-ലധികം രാജ്യങ്ങളിലേക്ക് ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ആ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തലമുറകളെ സേഫ് ആക്കുന്ന ഒരു ബിസിനസ്. ഇന്ന് പല വിദ്യാഭ്യാസം ചെയ്യുന്ന നമ്മുടെ മക്കളെ നമ്മൾ PSC കോച്ചിങ്ങിന് ഓടിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നീ അത് പഠിക്കും, നീ ഇത് പഠിക്കും, നിനക്ക് ജോലി കിട്ടും. പക്ഷേ ഇന്ന് പണ്ട് കാലങ്ങളിൽ ഗവൺമെന്റ് ജോലിക്കാണ് കൂടുതൽ രക്ഷകർത്താക്കൾ മക്കളെ ശുപാർശ ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് അവർക്ക് മനസ്സിലായി ഗവൺമെന്റ് ജോലി കൊണ്ടൊന്നും സെക്യൂരിറ്റി ഇല്ല, സേഫ്റ്റി ഇല്ല, ഉറപ്പില്ല, പെൻഷൻ ഇല്ല, അല്ലെ, പെൻഷനൊന്നും നമുക്ക് ഉറപ്പില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് കൂടുതലും കുഞ്ഞുങ്ങളെ മെഡിസിൻ ഫീൽഡിലേക്കാണ് പറഞ്ഞു വിടുന്നത്. കാരണം സമൂഹത്തിനും കുഞ്ഞുങ്ങൾക്കും മനസ്സിലായ രോഗികൾ പെരുകുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന്റെ ജൈത്രയാത്ര, അല്ലെ? അപ്പൊ ഇവിടെ നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മളുടെ കമ്പനി, അതായത് ശരിക്കും ഗവൺമെന്റ് ജോലി ചെയ്തിരുന്ന ആളുകൾ VRS എടുത്തിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന നമ്മുടെ ആറ്റിങ്ങൽ മിനി ടീച്ചറിനെ പോലുള്ള ആളുകളുണ്ട്. വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത്. കാരണം അവർക്ക് അതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് DXN എന്ന് മനസ്സിലായി. തലമുറകൾ സേഫ് ആകുന്ന ഒരു ബിസിനസ്. അതാണ് DXN കമ്പനിയുടെ പ്രത്യേകത. സ്പെഷ്യാലിറ്റി, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. വീട്ടിലിരുന്നു കൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ ബിസിനസ് ചെയ്യാം. ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ഈ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ എവിടെ പോയാലും നമുക്ക് DXN കമ്പനിയുടെ ഒരു ചെയറും, അതുപോലെ തന്നെ നമ്മുടെ സഞ്ജയ് സാർ പറയുന്ന ഒരു പൊതിച്ചോറുമുണ്ട് DXN പ്രസ്ഥാനത്തിൽ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ള പ്രത്യേകത. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നു. അതുപോലെ അംഗീകാരം. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നമ്മളെ അംഗീകരിക്കുന്നു നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ലോങ് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ മതി. വർഷാവർഷം നിങ്ങൾ മെമ്പർഷിപ്പ് പുതുക്കണം. അതായത് ആ എടുത്ത ഒരു പ്രാവശ്യം നമ്മൾ എടുത്ത ആ ഒരു കാർഡ് കൊണ്ട് തന്നെ നമുക്ക് ലോകം മുഴുവൻ ഈ ബിസിനസ് ചെയ്യാം. മറ്റുള്ള കമ്പനിയെ പോലെ വർഷാവർഷം നിങ്ങൾ ഈ കമ്പനിയുടെ ലൈസൻസ് പുതുക്കേണ്ട. ഒറ്റ മാനദണ്ഡമേ കമ്പനി പറയുന്നുള്ളൂ. നിങ്ങളൊരു നല്ല കൺസ്യൂമർ ആയിരിക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പിന്റെ ബ്രാൻഡ് മാറ്റുക, പേസ്റ്റിന്റെ ബ്രാൻഡ് മാറ്റുക, ചായയുടെ ബ്രാൻഡ് മാറ്റുക, ഉപ്പിന്റെ ബ്രാൻഡ് മാറ്റുക, പഞ്ചസാരയുടെ ബ്രാൻഡ് മാറ്റുക, ശർക്കരയുടെ ബ്രാൻഡ് മാറ്റുക, പാത്രം കഴുകുന്നതിന്റെ ബ്രാൻഡ്, തുണി കഴുകുന്നതിന്റെ, പിറ തുടയ്ക്കുന്നതിന്റെ ഒക്കെ ബ്രാൻഡുകൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ DXN കമ്പനിയുടെ ക്വാളിറ്റിയുള്ള നമ്പർ 1 ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കമ്പനി നിങ്ങളൊരു കസ്റ്റമർ ആയിരിക്കാൻ തന്നിരിക്കുന്ന ഒരേ ഒരു യോഗ്യത. അതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ ധാരാളം സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു കമ്പനിയാണ് DXN കമ്പനി. അപ്പോ ഈ ഒരു കമ്പനിയിലേക്കാണ് പുത്തനായിട്ടുള്ള കൂട്ടുകാർ എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞു 71% കമ്പനിയുടെ ലാഭവിഹിതവും നമുക്ക് തിരിച്ചു തരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് 71% ലാഭവിഹിതം ഞങ്ങൾക്ക് കിട്ടുന്നത്? അതിന്റെ ഒന്നാമതായിട്ട് നമുക്ക് കിട്ടുന്ന ലാഭവിഹിതമാണ് 20% റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയും. വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ലാഭവിഹിതമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. രണ്ടാമത്, ഇപ്പൊ ഞാനൊരു കസ്റ്റമറായി, അതായത് ഞാൻ MLM പറഞ്ഞപ്പോൾ അത് പറയാൻ ശരിക്കും ഞാൻ സമയം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് വിട്ടുപോയതാണ്. കൺസ്യൂമറിന് കമ്പനി ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും DXN കമ്പനിയിൽ MLM ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന DXN കമ്പനിയുടെ പ്രാധാന്യം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാനൊരു കൺസ്യൂമർ ആയിട്ട് വന്നു, ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ എന്ത് ചെയ്തു? എന്റെ തൊട്ടടുത്തുള്ള എന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു റീറ്റെയിലറായി, അല്ലെ? കൺസ്യൂമറിൽ നിന്ന് റീറ്റെയിലർ എന്നൊരു പോസ്റ്റിലേക്ക് വന്നു. അവിടെ നിന്ന് ഞാൻ പല സ്ഥലങ്ങളിലേക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ റോൾസെയിലറായി. അവിടെ എന്റെ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ജില്ലാ വിതരണക്കാരിയായി, അല്ലെ? ഞാൻ എന്റെ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ ഈ ഇതിന്റെ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവർക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ സംസ്ഥാനതല വിതരണക്കാരിയായി. വിദേശ രാജ്യങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഞാനിത് പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറായി. അങ്ങനെ കമ്പനി ആകാൻ സാധിക്കുന്ന സിസ്റ്റമാണ് ശരിക്കും നമ്മുടെ DXN കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൺസ്യൂമറായി വന്ന ഞാൻ റീറ്റെയിലർ ആണെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് മറ്റുള്ള, അപ്പൊ പലരും പറയും, മോളെ ഇത് ഈ ബിസിനസ് ചെയ്യുമ്പോൾ നിനക്ക് എന്താണ് പ്രയോജനം? എന്റെ മോൾ ഇന്നത് B.Ed കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അവളിപ്പോ തുണിക്കടയിൽ ബില്ലടിക്കാൻ പോവുകയാണ്, അല്ലെ?
അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ആയിട്ട് പോവുകയാണ്, നീ ചെയ്യുന്നത് നീ പറയുന്ന ലോകം മുഴുവനും ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സാണ്, എന്റെ മോൾക്കും ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുത്ത് കുറെ സഹോദരങ്ങളെ നമ്മുടെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കമ്പനി ഒരു ബോണസ് തരും. അതിനെയാണ് ഗ്രൂപ്പ് ബോണസ് അഥവാ ഗ്യാപ്പ് ബോണസ് എന്ന് പറയുന്നത്. 6% മുതൽ 37% വരെ നമുക്കത് കിട്ടും. ഗ്രൂപ്പ് ബോണസും സ്റ്റാർ ഗ്രൂപ്പ് ബോണസും ആയിട്ട് നമുക്ക് 6% മുതൽ 37% വരെ നമുക്ക് ബോണസ് കിട്ടും. ഇവരെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡെവലപ്മെന്റ് ബോണസ് കിട്ടും. കമ്പനി 15% തരും. ഞാൻ ആദ്യം പറഞ്ഞ 71%-ാണ്, നിങ്ങൾ കൂട്ടിക്കോണം അല്ലെ? അതുപോലെ തന്നെ ഇവരെ നമ്മളെ പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ നമ്മളെക്കാൾ കഴിവുള്ളവരായി നമ്മൾ ഇവരെ വാർത്തെടുക്കുമ്പോൾ ഇവര് ലീഡർമാരാകുന്നു അല്ലെ? ഡയമണ്ട്സ് ഇപ്പോൾ ലീഡേഴ്സ് ആയിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ലീഡർഷിപ്പ് ബോണസ് കമ്പനി കൊടുക്കുന്നു. അതേപോലെ ലോകത്ത് മുഴുവൻ നടക്കുന്ന ബിസിനസിന്റെ 2% ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയർ കമ്പനി ഇവർക്ക് നൽകുന്നു. അതേപോലെ TSIP, നന്നായി ബിസിനസ് ചെയ്താൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാനുള്ള TSIP 2% നമ്മുടെ കമ്പനി നമുക്ക് ലാഭവിഹിതമായിട്ട് തരുന്നു. ശരിക്കും ഇങ്ങനെ ഫോറിൻ ബോണസ്, അതുപോലെ നമുക്ക് 1,35,000 രൂപ മെമ്പർഷിപ്പ് എടുക്കുന്ന ഡിസ്കൗണ്ട് കാർഡ് എടുക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും കമ്പനി ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ സ്റ്റാർ റൂബി എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് 15,000 രൂപയും അത് 5 പേർക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ, ഇപ്പം നമ്മൾ ശരിക്കും മറ്റുള്ള കമ്പനികളിൽ നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ വളരെ ശക്തമായി ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യം കുറച്ചു നാൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറി നിന്നാൽ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് അവരുടെ ടീമും കാണത്തില്ല, ആ ബിസിനസ്സും കാണത്തില്ല. അല്ലെങ്കിൽ ചില കമ്പനികൾ വർക്ക് ചെയ്യുന്നവർ ഞങ്ങളോട് സംസാരിക്കുന്നത്, ഞങ്ങൾ നല്ല രീതിയിൽ ആ വർക്ക് ചെയ്ത് വരികയായിരുന്നു മേഡം, പെട്ടെന്ന് ഞങ്ങളുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ അങ്ങ് മാറ്റി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത, കൂടെ വരുന്നവരെ നമ്മളെക്കാൾ കഴിവുറ്റവരായിട്ട് നമ്മൾ തല താഴ്ത്തി കൊടുക്കുക, അവർ നമ്മുടെ തല ചവിട്ടിക്കേറി അവര് മുകളിലേക്ക് പോകട്ടെ. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും വെളിച്ചമുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ 5 കൂട്ടുകാർക്ക് ഈ 15,000 രൂപ വാങ്ങി കൊടുക്കുമ്പോൾ 1,20,000 രൂപ കമ്പനി നമുക്ക് തരുന്നു. അങ്ങനെ 1,35,000 രൂപ നമ്മുടെ ഡിസ്കൗണ്ട് കാർഡ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി മാറ്റിയിട്ടിരിക്കുകയാണ്. അത് എപ്പോൾ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ ശരിക്കും നമ്മുടെ ലാഭവിഹിതം 71% നമുക്ക് കിട്ടുന്നു. ഇതിനെ പറയുന്ന സിംപ്ലിഫൈഡ് ഇംപ്രൂവ്മെന്റ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നാണ്. അതായത് കുറച്ച് കമ്പനി സ്ഥാപിതമായപ്പോൾ മുതലുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. എന്നാൽ ഇപ്പോൾ വരുന്ന യങ്ങേഴ്സ്, നമ്മുടെ സിറാജിക്കാരുടെയും രാജസ്ഥാന്റെയും ഒക്കെ മക്കളൊക്കെ അതിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോ ഇന്നുള്ള യങ്ങേഴ്സ് അവര് പറയുന്നത്, ആന്റിമാരെ അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി, നിങ്ങളെ പോലെ ഇഴഞ്ഞു നീങ്ങിയാൽ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൈസ വേണം. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വളരാൻ, പെട്ടെന്ന് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ പറ്റും നമ്മുടെ കമ്പനി മറ്റൊരു മാർക്കറ്റിംഗ് പ്ലാൻ നമുക്ക് തന്നു. IOC, ഐസിംഗ് ഓൺ ദ കേക്ക് അല്ലെ? ഒറ്റത്തവണ പർച്ചേസിങ്ങിലൂടെ നമ്മുടെ മൈ ഹോം മൈ ഷോപ്പിൽ നമ്മുടെ ഓരോരുത്തരും വീട്ടില് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു 25,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ലെവലിൽ 5%, സെക്കൻഡ് ലെവലിൽ 10%, ഫസ്റ്റ് ലെവലിൽ 15%, സെക്കൻഡ് ലെവലിൽ നമുക്ക് 10%, തേർഡ് ലെവല് 5%, തേർഡ് ലെവൽ മുതൽ ഒരു 11 വരെ നമുക്ക് 5% നമുക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി, അതിന്റെ ലാഭവിഹിതം കമ്പനി നമുക്ക് തിരികെ തരുന്നു. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് IOC. അത് ശരിക്കും പറഞ്ഞാൽ IOCയിലെ ലക്ഷങ്ങള് കോടികളാണ് അതിന്റെ വരുമാനത്തിന്റെ സാധ്യത. വളരെ വേഗം, സിമ്പിളുമുണ്ട് ലക്ഷങ്ങളും കോടികളും, കുറച്ച് സ്ലോ ആണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ലക്ഷങ്ങളും കോടികളും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന, ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് IOC എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ഒരു ചെറിയൊരു വർക്കിംഗ് മെത്തേഡ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കമ്പനിക്ക് ഇന്ന് 120-ലധികം ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ ധാരാളമായിട്ടും ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ്. ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങളുടെ ഒരു ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് സമൂഹത്തിലേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ സിറ്റോപാൻ, ഹെൽത്തി ബോൺ ഒക്കെ. എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ അനന്ത സാധ്യതയുള്ള പ്രൊഡക്റ്റുകളാണ്. അതിൽ നമ്മൾ പറയുമ്പോൾ തന്നെ ആളുകൾ പെട്ടെന്ന് ശരിയാണ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഈ ചെറിയ വിലയിൽ നമുക്ക് ഇത്രയും വലിയൊരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ഈ 120 പ്രൊഡക്റ്റുകളുടെയും പ്ലാനുകൾ നിങ്ങൾ സെൽഫായിട്ട് തയ്യാറാക്കുക. ഞാൻ എന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ പറയാം. ഒരു ചായ ഫോക്കസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു മാസം 3 ലക്ഷം രൂപ വരുമാനം വാങ്ങാൻ പറ്റും. ഒരു 4th സ്റ്റെപ്പില് DXന്റെ ഋഷി ഗാനോ ടീ എന്ന ഒരു ചായ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 4ാമത്തെ സ്റ്റെപ്പിൽ 3 ലക്ഷം രൂപ വരുമാനം വാങ്ങാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ,
ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ചായ, നമ്മുടെ വീട്ടിൽ ഋഷിഗാനോ ടീ വാങ്ങി ഉപയോഗിക്കുക. മസാല ടീ ഉണ്ട്, പാൽ ചായ ഇടാനായിട്ട്. ഇത് സാധാ ചായ ഇടുക. നമ്മൾ പണ്ട് മുതലേ കുടിച്ചു വരുന്നതാണ് നമ്മുടെ ഋഷിഗാനോ ടീ. അപ്പോ നമ്മളുടെ ചായയുടെ ബ്രാൻഡ് മാറ്റി നമ്മൾ ഉപയോഗിക്കുക. നല്ല ചായ എന്ന് നമുക്ക് തോന്നിയാൽ ഇത് നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുക. ഒരു ദിവസം ഒരാളോട് ഷെയർ ചെയ്താൽ മതി. നിങ്ങൾ ഒരുപാട് ഭാരിച്ച പണിയൊന്നും ചെയ്യണ്ട. ഒരു ദിവസം ഒരാളോട് ഷെയർ ചെയ്താൽ മതി. 30 ദിവസം 30 പേരിലേക്ക് നിങ്ങൾ ഈ ചായ എത്തിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ 30 ദിവസം 30 പേരിലേക്ക് എത്തിക്കുമ്പോൾ 3390 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ, സമയം വളരെ ഫാസ്റ്റ് അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയില്ല അല്ലെ, കടബാധ്യതയാലെ സൂയിസൈഡ് ചെയ്യേണ്ടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വീട്ടമ്മമാര്, അതുപോലെ തന്നെ എന്റെ ഭർത്താവ് സുഖമില്ല, ഞാൻ എന്ത് ചെയ്ത് ജീവിക്കണം എന്നറിയില്ല, അങ്ങനെ പറയുന്ന സഹോദരിമാര് നമ്മുടെ സമൂഹത്തിൽ വരുമാനം അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ഒരു 6 സഹോദരങ്ങളെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുക. ആ 6 സഹോദരങ്ങൾക്കും ഈ സെയിം ആശയം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ മാസം നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ചായ വിൽക്കുന്ന 30 ദിവസം കൊണ്ട് നിങ്ങൾ വളരെ എക്സ്പേർട്ടായി. നിങ്ങൾക്കപ്പോ ഒരു ദിവസം ഒരു ചായ ഒരു ദിവസം വേണ്ട ഒരു ചായ വിൽക്കാൻ. നിങ്ങൾക്ക് 15 മിനിറ്റ് മതി. 30 ചായ വിൽക്കാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ മാസം 15 മിനിറ്റ് മതി ഒരു ചായ വിൽക്കാൻ. ഒരു ദിവസം തന്നെ ഒരു ചായ കൊടുത്താൽ മതി. എന്നിട്ട് ചെയ്യേണ്ടത്, കൂടെ വന്ന സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ മാസം നമുക്ക് 7170 രൂപ കിട്ടും. നമ്മൾ കൊണ്ടുവന്ന 6 സഹോദരങ്ങൾക്ക് 3390 രൂപ കിട്ടും. നമ്മൾ അവരെ ചവിട്ടിക്കാത്തോണ്ടല്ല നമ്മൾ മേലോട്ട് കയറി വരുന്നത്. നമുക്ക് കിട്ടുന്നത് അവർക്കും കൂടി വാങ്ങി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ സ്റ്റാർ ഏജന്റ് ആവുന്നുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ 23,220 രൂപ നമുക്ക് കിട്ടും. ആ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ 6 പേരെ കൊണ്ട് നമ്മൾ അവരെ 6 പേരെ നമ്മൾ കൊണ്ടുവന്ന അതേ ആശയം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയമണ്ട് ആണ്. നമുക്ക് IPS ഉൾപ്പെടെ 3 ലക്ഷം രൂപ. ഞാൻ PV കാൽക്കുലേഷൻ ആണ് പറഞ്ഞത്. SB കാൽക്കുലേഷനിൽ ഇതിനേക്കാൾ, അതായത് നമുക്ക് വരുമാനം കിട്ടുന്ന സെയിൽസ് വോളിയം ആണ് അല്ലെ, ആ SB കാൽക്കുലേഷനിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ സെൽഫായിട്ട് നോക്കുക. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ നന്നായി, അതായത് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരണം. വിന്നേഴ്സ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറണം. അങ്ങനെ മാറിയാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു വിളക്കാവും. നമ്മൾ ഒരുപാട് പേർക്ക് വിളക്കാകാനും നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ അവരവരുടെ കുടുംബത്തിലും മറ്റനേകം സഹോദരങ്ങൾക്കും ഒരു വിളക്കാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒറ്റ മീറ്റിംഗ് കൊണ്ട് എല്ലാം ക്ലിയർ ആകണം എന്നില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ പോയി നിങ്ങളുടെ ചേംബറുകൾ അറ്റൻഡ് ചെയ്ത് പൂർണ്ണമായും DXനെ കുറിച്ച് മനസ്സിലാക്കാൻ തോറും നിങ്ങൾക്ക് വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. പഠിക്കുന്നതിനനുസരിച്ച് വരുമാനം തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് DXN ആണ്. നമ്മൾ സാധാരണ പഠിച്ച കാലത്ത് നമുക്ക് നമുക്ക് വരുമാനമില്ല. പക്ഷെ DXന്റെ പ്രത്യേകത, DXN പഠിക്കും തോറും നമ്മുടെ വരുമാനം കൂടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ അവസരം തന്ന MHMSലെ എല്ലാ ലീഡേഴ്സും നന്ദികളോട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ ഭംഗിയായി ഷിജി, വളരെ ഭംഗിയായി. ഏതായാലും പ്രധാനമായിട്ടും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ആധുനിക ലോകത്ത് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ പ്രത്യേകതകൾ ലോകത്തുണ്ടായി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള, അറിഞ്ഞെടുത്തോളം ഏതാണ്ട് 40 കോടിയോളം ജോലികൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകാൻ പോവാ. 40 കോടി. ഗൂഗിള്, ആപ്പിള് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഭീമന്മാരെല്ലാം ഹെൽത്ത് സെഗ്മെന്റിലേക്ക്, ഇപ്പം എനിക്കറിയാൻ കഴിയുന്നത്, നിങ്ങൾക്കറിയോ, നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ ഒസാംബിക് എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ട്. ഒസാംബിക് ഇന്ന് US കൊടുക്കുന്ന ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഒസാംബിക്. ഈ മരുന്ന് അവിടെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ ഇന്ന് അമേരിക്ക ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഈ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒബേസിറ്റി ഉള്ള, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഈ ഒസാംബിക് എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഈ ഒസാംബിക് എന്ന് പറയുന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ളത് വെയിറ്റ് റിഡക്ഷൻ, വെയിറ്റ് ലോസ്. പറയാൻ കഴിഞ്ഞത് ഗൂഗിളും ആപ്പിളും ഉൾപ്പെടുന്ന ജയന്റ് കമ്പനികളെല്ലാം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഈ സൈഡ് എഫക്റ്റ് എന്താണോ അത് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ലോകത്ത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നുള്ളതല്ല, പക്ഷെ ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹെൽത്ത് ഒരു വലിയൊരു സെഗ്മെന്റ് ആണ് ഹെൽത്ത്. തീർച്ചയായിട്ടും കോവിഡ് ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് അതാണ്.
അത് മാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇപ്പം നേരത്തെ നമ്മുടെ ഷിജി സംസാരിച്ചു, പുനലൂര് ഹോം മീറ്റിങ്ങുകളിലൂടെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് അല്ലെ. ഹോം മീറ്റിംഗ് ധാരാളം ചെയ്തിട്ടുണ്ട് ഷിജി എല്ലാം. അപ്പൊ അവിടെ 14 വർഷമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പൊ നമുക്കൊക്കെ തോന്നുന്നത് ഇതൊരു വലിയ സാധ്യതയാണ്. പക്ഷെ നേരത്തെ ആദ്യമേ ഷിജി സംസാരിച്ച ഒറ്റ പോയിന്റാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ പോയിന്റാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന, ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകുന്ന, ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞു കത്തിയിട്ട് പിന്നെ കെട്ടുപോകുന്ന അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുമായിട്ടാണ് നിങ്ങൾ DXN പോലെയുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഏതൊരു സിസ്റ്റത്തിലാണെങ്കിലും അതിശക്തമായി വളരെ പ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഇതിൽ എന്തെങ്കിലും നേടാൻ നമുക്ക് പറ്റൂ. ഹിമാലയത്തിൽ കയറണമെങ്കിലേ ഹിമാലയത്തിന്റെ മുകളിൽ പോയി താഴേക്ക് നോക്കുന്നത് വളരെ നിർവൃതി തരുന്ന ഒരു സംഭവമാണെന്ന് പല പർവ്വതാരോഹകരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഹിമാലയത്തിന്റെ നെറുകയിൽ എത്തണമെങ്കിൽ അതിനെത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് താഴെ നിന്ന് തന്നെ ശ്വാസം എടുക്കുന്നത് മുതൽ 25 കിലോ തൂക്കം വരുന്ന ഒരു സാധനം അത്രയും ഹൈറ്റിൽ കയറ്റുന്നതിനെ കുറിച്ച് ഉൾപ്പെടെ, ഒരു നല്ല തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഡ്രസ്സ് എങ്ങനെ ധരിക്കണമെന്ന് ഉൾപ്പെടെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെയധികം ശക്തമായ ട്രെയിനിങ് ആവശ്യമാണ്. എങ്കിൽ മാത്രം ഹിമപാതവും ഹിമക്കരടികളും വലിയ കുഴികളും ചതിക്കുഴികളും ഒക്കെ ഉള്ള ആ ഹിമാലയത്തിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ എന്നതുപോലെ തന്നെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരാൾ ശക്തമായി വിജയിക്കണമെങ്കിൽ ഒരുപാട് ട്രെയിനിങ് ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയോട്, ഒരു സമൂഹത്തോട് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ നിൽക്കണം എന്നു മുതൽ ഒരു നല്ല ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിശക്തമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ കഴിഞ്ഞ കുറെ കാലമായി DXL പ്രവർത്തിക്കുന്ന ഷിജിയെ പോലെയുള്ള വളരെ ഭംഗിയായി, എനിക്ക് തോന്നുന്നു ഒരു ലാഗുമില്ലാതെ, ഒരു തെറ്റും വരാതെ. പക്ഷെ എനിക്ക് ഷിജിയോടും പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റും കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ പ്ലാൻ ഉണ്ടല്ലോ, ഒരു ചായപ്പൊടിയുടെ പ്ലാൻ, വളരെ സിമ്പിൾ ആയിട്ട് അത്തരത്തിലുള്ള പ്ലാനുകളാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മീറ്റിങ്ങിന്റെ പകുതി ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം ഒരല്പം വൈകി, അതായത് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് വൈകിപ്പോയത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ, അതുപോലെ കുറെ പേർക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് അപ്രത്യക്ഷമായിട്ട് അതവരോട് പറയായിരുന്നു റീജോയിൻ ചെയ്യാനൊക്കെ. എന്തായാലും വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. കൂടുതൽ ഭാവിയുണ്ട്, നന്നായി ചെയ്യാൻ കഴിയട്ടെ. ഷിജിയുടെ വാക്കുകളാൽ നമുക്കൊക്കെ പ്രചോദിതമായി ഭംഗിയായി പ്രവർത്തിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസയുണ്ട്. ഷിജിക്കും പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ MHS പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ. ഒരു ചെറിയ കാര്യം കൂടി, 24, 25 എറണാകുളത്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. 1500 റുപ്പീസാണ് അതിന്റെ ട്രെയിനിങ് ഫീസ്. ഇനി ഈ പ്രോഗ്രാമിൽ കുറച്ചും കൂടി ഇന്റൻസീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ DXN ക്രൗൺ ക്രിയേഷൻ ക്ലബ്ബ് പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിന് ഒരു 4-5 സീറ്റും കൂടി ബാക്കിയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 1500 റുപ്പീസാണ്. രാവിലെ ഉച്ചയ്ക്കത്തെ ലഞ്ചോടുകൂടി ഒരു ദിവസം അവിടെ സ്റ്റേ, പിറ്റേ ദിവസത്തെ ലഞ്ചോടുകൂടി ഈ പ്രോഗ്രാം അവസാനിക്കും. അങ്ങനെയാണ് ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 24, 25, 24-ാം തീയതി വെള്ളിയാഴ്ചയും 25-ാം തീയതി ശനിയാഴ്ചയാണ് ആ പ്രോഗ്രാം. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാജീവ് സാറിനെയോ ബിനിഷേറിനെയോ കോൺടാക്ട് ചെയ്യുക. So once again, good night. Take care. Bye-bye. Okay, Shiji. Bye-bye. Congratulations.